അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വേദപ്രമാണത്തിൽ, അതാണ് ഞാൻ ആമുഖത്തിൽ ഓതി വെച്ചത്, 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിൽ സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദൻ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അലീമ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ, ദൈവത്തെ സൂക്ഷിക്കണം. വഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ നല്ല വർത്തമാനങ്ങളെ പറയാൻ പാടുള്ളൂ. നല്ല വർത്തമാനങ്ങളെ നിങ്ങൾ പറയാൻ പാടുള്ളൂ. വർഗീയ വർത്തമാനങ്ങൾ പറയരുത്. കാളകൂട വിഷം ചൊരിയരുത്. വർഗീയത ചീറ്റരുത്. നല്ല വർത്തമാനങ്ങളെ പറയാൻ പാടുള്ളൂ. യുസ്ലിഹ് ലക്കും അഅമാലക്കും, അത് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ഇസ്ലാഹ് ചെയ്യും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ, നിങ്ങൾ നല്ലത് പറഞ്ഞാൽ നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും എന്നുള്ള പറയുകയാണ്. യഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു, അതുകൊണ്ട് ആര് അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുന്നുവോ അവനാണ് ഒമ്പിച്ച വിജയം കരസ്ഥമാക്കിയവനെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല 33-ാം അധ്യായം 70-71 വാചകങ്ങളിൽ സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് വർഗീയമായ വർത്തമാനങ്ങളും വിഷവും നമ്മളൊരിക്കലും, മറുഭാഗത്ത് നിന്ന് എത്ര വർഗീയത ഉയർന്നു വന്നാലും തിരിച്ചൊരു വർഗീയ വർത്തമാനം നമ്മൾ പറയാതിരിക്കുക. അത് വിശ്വാസിയുടെ സംസ്കാരമല്ല. അത് പണ്ഡിതന്മാർക്കും മുസ്ലിം സമുദായ നേതാക്കന്മാർക്കും മാത്രം പാടില്ലാത്ത കാര്യമല്ല. എൻ്റെ മുൻപിലിരിക്കുന്ന ഞാനടക്കമുള്ള സാധാരണക്കാരായ നമുക്കും പറ്റിയതല്ല. ഇവരുടെ വർത്തമാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മളും പ്രകോപിതരായി പോകും. പക്ഷെ എന്നാലും നമ്മളത് ചെയ്യാൻ പാടില്ല. അവിടെയാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. വൈൻ തസ്ബിറു വതത്തഖു ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. നിങ്ങൾ അവിടെ സ്വബ്ർ കാണിക്കണം. നിങ്ങളുടെ പിടി വിട്ടുപോകരുത്. പക്ഷെ അത് വലിയ പ്രയാസമുള്ള കാര്യമാണ് എന്ന് അള്ളാഹു തന്നെ പറയുകയാണ്. അതുകൊണ്ട് ആ സ്വബ്ർ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.